Anything you want, you can ask. Okay, guys, I'm just overall telling you this. Our topics are 15 topics. We are just overall running through with questions. So the first question he asked is about self-discipline. He asked me, self-discipline നമുക്ക് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ ആൾക്കാർക്കും അവരവരുടേതായ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും. ഓക്കെ, അവരവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി ചിന്തിക്കാം. ചിന്തിച്ചിട്ട് ഒരു ടൈം ടേബിൾ പോലെ വയ്ക്കാം. ഇന്ന സമയത്ത് ഞാൻ എണീക്കണം, ഇന്ന സമയം നിന്ന് ഇന്ന സമയം വரைക്കും ദിവസം ഞാൻ കമ്മിറ്റ്മെന്റ് ആയിട്ട് പഠിക്കും. ദാറ്റ് ഈസ് യു സ്പെൻഡ് സം ടൈം ടു സ്റ്റഡി. ഇന്ന സമയത്ത് നിന്ന് ഇന്ന സമയം ഞാൻ എക്സസൈസ് ചെയ്യും. ഞാൻ എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ്? ഞാൻ എക്സസൈസ് ചെയ്യും. ഇന്ന സമയത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്ന സമയത്ത് ഞാൻ വീട് വിടും, ഇവിടെ വരും, അല്ലെങ്കിൽ സ്കൂളിൽ പോകും, ജോലിയിൽ പോകും. അങ്ങനെ ഒരു മെന്റൽ കാൽക്കുലേഷൻ ടൈമിംഗ് വെക്കണം. പിന്നെ വന്നിട്ട് ഒരു ടാസ്ക് ലിസ്റ്റ് വെക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. ടാസ്ക് ലിസ്റ്റ് വയ്ക്കും. ഇപ്പോൾ നമ്മൾ ഇതാണ് ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3. ഇപ്പോൾ നമ്മൾ വന്നിട്ട് നമുക്ക് you can actually prioritize. Inner task ആണ് important, inner task ആണ് important. Prioritize ചെയ്ത് ഏറ്റവും important ഉള്ള tasks നമുക്ക് complete ചെയ്യണം. Because when you prioritize to do the most important task, you become more successful. Okay, so that is about self-discipline. Self-discipline is to plan a day ahead on what needs to be done, have a goal, and do something every day to reach that particular goal. That answers your question of self-discipline. Second question was related to the second topic of practice idealization. Okay, so you can ask me a question. How to practice it to become achieve the goal. Okay, so ചോദ്യം വന്നിട്ട് how to practice to achieve goals. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വന്നിട്ട് ആദ്യം വന്നിട്ട് പോയിന്റ് എന്താണ് ഐഡിയലൈസേഷൻ. ഐഡിയലൈസേഷൻ പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ഒരു വിഷൻ വയ്ക്കാം. ഏതൊരു കമ്പനി നമ്മൾ കയറി ഇറങ്ങിയാലും എന്താണ് വാട്ട് ഇസ് യുവർ വിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കും. വാട്ട് ഇസ് ദ വിഷൻ ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം പറയും വിഷൻ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ആദ്യം നോക്കും. നീ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ കമ്പനിയുടെ പേരും താഴെ വിഷനും എഴുതിയിട്ടുണ്ട്. നാളെ വരുമ്പോൾ അത് വായിച്ചിട്ടാവും. ഓക്കെ, എല്ലാത്തിലും വന്നിട്ട് ഒരു വിഷൻ ഉണ്ടാവും. ഒരു കമ്പനിക്കും ഒരു വിഷൻ ഉണ്ടാവും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരു വിഷൻ ഉണ്ടാവും, ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരു വിഷൻ ഉണ്ടാവും. സോ നിങ്ങളുടെ ചോദ്യം വന്നിട്ട് ഹൗ ടു അച്ചീവ് ദി ഗോൾസ് ലൈക്ക്. സോ ദാറ്റ് ഇസ് വാട്ട് ഐ പുട്ട് ആസ് ഐഡിയലൈസേഷൻ. ഒന്ന് വന്നിട്ട് ആദ്യം ഒരു ധാരണ ഉണ്ടാവണം, നമുക്ക് ഇത് വേണം. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ദുബായിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പാസ്പോർട്ട് എടുത്തുള്ളൂ, പിന്നെ വിസന് അപ്ലൈ ചെയ്തിട്ടുള്ളൂ, പിന്നെ പല കാര്യങ്ങളും ചിന്തിക്കും. സെയിം വേ ഐഡിയലൈസേഷൻ ആദ്യം ചെയ്യാൻ പോണ പണിന് നേരത്തെ തന്നെ ഇരുന്ന് ആലോചിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോകണമെങ്കിൽ യാരുടെ കൂടെ ആയിരിക്കും ഞാൻ ബിസിനസ് ചെയ്യാം, യാരാണ് എൻ്റെ പാർട്ട്നേഴ്സ്, എത്ര കാശാവും, എന്താണ് എക്സ്പെൻസ്, ഇതെല്ലാം കൂടി മനസ്സിലൊരു കാൽക്കുലേഷനാണ് ഐഡിയലൈസേഷൻ. ബട്ട് ഒരു പടി നെക്സ്റ്റ് വന്നിട്ട് ഐഡിയലൈസേഷൻ ഇവിടെ വന്നിട്ട് നമ്മൾ ആലോചിച്ചിട്ട് യെസ് എന്നെ കൊണ്ട് പറ്റും പറഞ്ഞൊരു ഫേം ഡിസിഷൻ എടുത്തിട്ട് വേണം എന്നിട്ട് കാര്യങ്ങൾ നടക്കാൻ. ഇത് പറയുമ്പോൾ ഒരു കഥ ഉള്ളത്, ഒരാൾ വന്നിട്ട് ഒരു ഭയങ്കര വീക്കായ ഒരാള് ഒരു മല കയറായിരുന്നു. അതിന് പിന്നാലെ ഒരു ഭയങ്കര ബോഡി ബിൽഡറായിട്ട് ഒരു ഓടി കയറി വന്നത്. അപ്പോൾ ബോഡി ബിൽഡർ നിന്നോടൊന്നും മേലെ പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ വീക്കായ ആൾ പറഞ്ഞത്, ഞാൻ എന്തോ മേലെ പോയി സാറേ, ഇത് എൻ്റെ ദേഹമാണ്, ഞാൻ എൻ്റെ ദേഹത്തിന് എല്ലാവരുടെയും കൊണ്ട് പോകണം, ബട്ട് ഐ വിൽ റീച്ച്. So that is about idealization. Idealization is a commitment that you have already achieved it. It's just a matter of time and situation. Because ഒരു വ്യക്തതയുണ്ട്, yes I will do it. ഇപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ ഒരു പോലീസ് ഓഫീസർ ആണെന്നൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു IPC ഏതെങ്കിലും ഒരു വലിയൊരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു ഓൾറെഡി ഒരു ഡിസിഷൻ നീ നമുക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കാണുന്ന ആൾക്കാർ എല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് ദൈവം അവിടെ കൊണ്ടുവരും. ഓക്കെ, സോ ചുരുക്കി പറയുകയാണെങ്കിൽ പ്രാക്ടീസ് ഐഡിയലൈസേഷൻ പറഞ്ഞത് എന്ത് മനസ്സിലായി? Idealization is not daily life. Idealization is idealizing. മനസ്സിൽ ചിന്തിക്കുക, planning. So daily planning is idealization. Okay. Next question. On the next question heading, you can ask any question. അതെന്നെ ചെയ്യണമെന്നില്ല, മനസ്സിൽ any question. അതെന്താ മനസ്സിലാക്കി? Do what you love. Very very nice idea. Correct.
Okay, friends, listen here. Puri Pavan clear ആണ്. He really understands the meaning. He says, what did he say? What did he say? See guys, I want you to pay attention when somebody else is talking. Okay? If you're not paying attention, I'll ask you to come here and then you will reply. So, please repeat. How is it possible? Because everyone has different meanings. Okay. So, what he says is, when you say do what you love, it does not look very practical in life. But you know, somebody loves some other job, but family situation is something, they'll be doing something else. That is, you know, that's going to be a lot of conflict or interest. It happens. I'm not saying no to that. But what happens is, whatever you're doing, either you do what you love. You know, for him, ഒന്നില്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണുങ്ങൾ കെട്ടാം, ഇല്ലെങ്കിൽ കെട്ടിയ പെണ്ണിനെ സ്നേഹിക്കാം, അങ്ങനെയുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് വന്നിട്ട് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയാൽ ചെറുപ്പത്തിനെ ആഗ്രഹിച്ചത് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ we will be very happy to reach that place. അതല്ല നമ്മൾ ഒരു ഫീൽഡിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എത്രത്തോളം കമ്മിറ്റ്മെന്റ് നിന്ന് കാണിക്കുന്നു അത്രയും ഈസി ആയിരിക്കും. ഓക്കെ, ബട്ട് സം പീപ്പിൾ ഹാവ് വെരി സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ടു ഡെവലപ്മെന്റ്. ഓക്കെ, there's something there's one scientist actually, C.V. Raman. Okay, C.V. Raman is he used to be a teacher. ആൾ ജോലി വന്നിട്ട് ടീച്ചറാണ്, കൃഷ്ണമാണ് നല്ല ജീവിതം നടക്കും. ബട്ട് ആളുടെ പാഷൻ വന്നിട്ട് സയന്റിസ്റ്റ് ആയിരുന്നു. സോ ഡു വാട്ട് യു ലവ് ടു ഡു എന്നിട്ട് ആൾ അത് ഇംപ്ലിമെന്റ് ചെയ്തു. ജോലി ചെയ്തു. ബിക്കോസ് ഇന്ത്യയിൽ വന്നിട്ട് പോപ്പുലേഷൻ അത്രയും വലിയ പോപ്പുലേഷൻ ആണ്, ജോലി കിട്ടുന്നത് വലിയ കാര്യം, റൈറ്റ്? സോ ആ പിന്നെ അത് ജോലി ചെയ്തു. അതേപോലെ C.V. Raman വന്നിട്ട് കിട്ടിയ ജോലി അവൻ ചെയ്തു, ടീച്ചറായിട്ട് ജോലി ചെയ്തു. ബട്ട് ഡു വാട്ട് യു ലവ് ടു ഡു പറഞ്ഞാൽ അവന്റെ ഇൻട്രസ്റ്റ് ആണ് സയൻസിലായിരുന്നു. സയൻസിന്റെ ഓരോ മാത്സിന്റെ പ്രോബ്ലം സോൾവിങ്ങും അതിന്റെ സ്കിൽസും അടിപൊളി. ആൾ വന്നിട്ട് സയന്റിസ്റ്റ് ആയിട്ട് ഈ ഡാം ഉണ്ടല്ലോ, ഇപ്പോഴും ശരി കർണാടകയിലെ ഡാംസും ഒത്തിരി വലിയ വലിയ കാര്യങ്ങളുണ്ട്. C.V. Raman പ്രോജക്ട്സ് ഉണ്ട്, ആളുടെ തിയറീസ് ഉണ്ട്. സോ ഹീസ് ആക്ച്വലി റിക്കഗ്നൈസ്ഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് സയന്റിസ്റ്റ്. ബട്ട് പ്രൊഫഷണൽ വൈസ് ഹീസ് ഓൾസോ എ ടീച്ചർ. സോ ഇഫ് യു ഡു വാട്ട് യു ലവ് ടു ഡു, യു വിൽ കം. ഇപ്പോൾ സച്ചിൻ അവൻ ക്രിക്കറ്റ് ഒത്തിരി ഹൈ, ബട്ട് ജോലി വേറെ എന്തെങ്കിലും ജോലിക്ക് ചെയ്തിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ നമ്മൾ എന്തിനാണ് നമ്മൾ ചെറിയ വയസ്സിൽ 7 to 16 or something, when you are very young, ഒരു പാഷൻ തോന്നും, അല്ലെങ്കിൽ ഒരു സ്കിൽ നമ്മൾ അതിനെ എപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് ഒരു സെർട്ടൻ ഏജ് ആകുമ്പോൾ ഡെവലപ്പ് ആവും. ഏറ്റവും വന്നിട്ട് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 5 years അറ്റ്ലീസ്റ്റ് നമ്മൾ ഇഷ്ടമുള്ള പ്രൊഫഷണൽ കൂടുതലും കൊടുത്തുകൊണ്ട് ഒരു ഡെഡിക്കേഷൻ ഫോക്കസ് ചെയ്ത് അത് വളരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, യു ഹാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. കുറച്ച് എന്താ ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, പുള്ളിക്കാരുടെ ചോദ്യം വന്നിട്ട് എങ്ങനെയാണ് നമുക്ക് കമ്മിറ്റഡ് ആയിരിക്കാൻ എക്സലൻസ്, അതാണോ ഉദ്ദേശിച്ചത്? സോ എങ്ങനെയാണ് നമുക്ക് കമ്മിറ്റ്മെന്റ് ആയിരിക്കാം എക്സലൻസ് എന്നാണ് ചോദിക്കുന്നത്. ഇതിന് റീസൺ ഒന്നേ ഉള്ളൂ, നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോളിൽ കൊണ്ടുവരാം. നമ്മൾ എന്ത് പണി ചെയ്താലും ജപ്പാനിൽ ഇതിന്റെ ഒരു ഫിലോസഫി ഉണ്ട് കേട്ടോ. ജപ്പാൻ വന്നിട്ട് ബോംബ് ഇട്ടിട്ട് മൊത്തം തകർന്ന അവസ്ഥ, താലിബാണില്ല മീൻസ് ഡിസാസ്റ്റർ. ആ ഒരു രാജ്യം ഇങ്ങനെ ഡെവലപ്പ് ആവുന്ന ഒരു മനുഷ്യനും സ്വപ്നം കണ്ടില്ല ജപ്പാൻ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഒരു ഡിസിഷൻ എടുത്തു, കമ്മിറ്റ് ടു എക്സലൻസ് വന്നിട്ട് അവർ ഒരു ചെറിയ പോയിന്റ് എടുത്തു. അവർ എന്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് പണി ഇന്ന് ചെയ്യുന്നോ നാളെ ഇതിനെ കാട്ടി 1% നന്നായിട്ട് ചെയ്യും. ദാറ്റ് വാസ് ദെയർ കമ്മിറ്റ്മെന്റ്. ഇപ്പൊ ഞാൻ റൈറ്റിംഗ് ചെയ്യാമെന്ന് വെച്ചോ, നാളെ എഴുതിയിട്ട് 1% ബെറ്റർ ആയിരിക്കും. അതേപോലെ അവർ എല്ലാ ഫീൽഡിലും അവർ ഇംപ്ലിമെന്റ് ചെയ്തു. അങ്ങനെ ചെയ്ത് എല്ലാ വീടും എല്ലാ പ്രൊഡക്ഷനും ജപ്പാൻ ക്വാളിറ്റി ഓഫ് ലിവിംഗ് വെരി ഹൈ ആണ്. സോ കമ്മിറ്റഡ് ടു എക്സലൻസ് ഇസ് എ പേഴ്സണൽ കമ്മിറ്റ്മെന്റ്. ഇത് പറയുമ്പോൾ എനിക്ക് ഒരു ഓർമ്മ വരുന്നത്, ഒരു സ്ഥലത്ത് ആക്ച്വലി ഒരു പ്രോഗ്രാം നടത്തായിരുന്നു. ഓക്കെ, പ്രോഗ്രാം നടക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്രൊഫസർ വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം, പെട്ടെന്ന് കറണ്ട് പോയപ്പോൾ ജനറേറ്റർ ഓൺ ചെയ്യുന്നവൻ അവിടെ നിന്നിട്ട് പ്രോഗ്രാം ഒക്കെ നോക്കുന്നവൻ അവന് തോന്നി ഞാൻ പോയി സിഗരറ്റ് വലിച്ചിട്ട് വരാം. അവൻ പോയപ്പോൾ കറണ്ട് പോയപ്പോൾ മൊത്തം ഇരുട്ട്, ഓൾമോസ്റ്റ് ലൈക്ക് ഞാൻ അവൻ സിഗരറ്റ് വലിച്ച് വരുന്നവളി ലേറ്റ് ആയി. അപ്പോൾ ഓടി വന്നു, സോറി സർ എന്നിട്ട് അവനവിടെ ജനറേറ്റർ ഓൺ, പിന്നെ ലൈറ്റ്. അപ്പോൾ 6 മണിക്കൂർ ലേറ്റ് ആയി. പിന്നെ ഇവിടെ വന്നിട്ട്
mic system problem. So it is not only the presentation, even ഒരു ചെറിയ പണി എടുക്കുകയാണെങ്കിൽ അവൻ്റെ പണി എന്തായിരുന്നു, ഒരു കറണ്ട് ഓഫ് ആവാണ്ട് പോകാനും ജനറേറ്റർ ഓൺ ചെയ്യാനും അവൻ്റെ പണി. ബട്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എടുക്കാറുണ്ട്. അതിനെ തോന്നിയ പോലെ ചിലപ്പോൾ അത് എഫക്റ്റ് ആയത് ആർക്കാണ്? മൊത്തം ഓർഗനൈസേഷനായി. ആ ലീഡറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ആൾക്കാർ ഇരിക്കുന്ന അവരുടെ ടൈമിന് വാല്യൂ ഇല്ല. സോ നമ്മൾ എന്ത് പണി ചെയ്യാതെ, എത്ര ചെറിയ പണി ചെയ്യാതെ അതിൽ നമ്മൾ 100% ഫോക്കസ് ആയിട്ടാണ് കമ്മിങ് ടു എക്സലൻസ്. അത് ഒന്ന്. സെക്കൻഡ് വൺ ഇസ് യുണീക് സ്കിൽസ്. നമ്മൾ ഏത് പഠിപ്പും എടുക്കുകയാണെങ്കിൽ അതിന് ഒരു യുണീക് സ്കില്ല് എടുത്തിട്ട് അതിൽ നമ്മൾ എക്സൽ ചെയ്താണ് കമ്മിങ് ടു എക്സലൻസ്. ഫോർ എക്സാമ്പിൾ, നീ ഇംഗ്ലീഷ് എടുത്ത് സംസാരിക്കുന്നു, നീ ഫ്ലൂവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനാണെന്ന് ഒരു ഗോൾ ഇരിക്കുന്നതാണ് കമ്മിങ് ടു എക്സലൻസ്. ഡൺ? ഓക്കെ, നെക്സ്റ്റ് പ്ലീസ്. ഇങ്ങനെ ബോർഡ് നോക്കി ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ പോലെ എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ഈ ചോദ്യം? Okay, guys, question വന്നിട്ട് how can we find our unique talent? Okay, so everybody is with me? All of me? Okay, done. So if I go to the doctor, for example, ഞാൻ ഡോക്ടർക്ക് പോകണം. ഞാൻ ഡോക്ടറോട് പറയുന്നത്, ഡോക്ടർ, നിങ്ങൾ ഡോക്ടറല്ലേ, ഡോക്ടറെ പഠിച്ചതല്ലേ, നിങ്ങൾക്ക് എൻ്റെ അസുഖം എനിക്ക് പറയാൻ പറ്റും? ഡോക്ടർക്കൊന്നും പറയാൻ പറ്റില്ല, ബിക്കോസ് ഡോക്ടർ അസുഖങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അവരവരുടെ ടാലന്റ് അവരവർക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല, നമ്മുടെ വേറെ ആർക്കും അറിയില്ല. അവരവരുടെ ടാലന്റ് അവരവരുടെ സ്വയം ആലോചിക്കണം, ബിക്കോസ് ഇറ്റ് ഇസ് എൻ ഇൻഡിപെൻഡന്റ് ക്വാളിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ, റൈറ്റ്? സോ നിന്റെ ടാലന്റ് ചിലപ്പോൾ നീ സ്വയം ഒരു സ്ഥലത്ത് ഇരുന്ന് ആലോചിക്കുക എന്തിനാണ് നിനക്ക് കൂടുതലും ഇഷ്ടം. അപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്, ഡു വാട്ട് യു ലവ് ടു ഡു. നീ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിന്റെ ടാലന്റ് കിടക്കുന്നത്. ചിലപ്പോൾ നീ പാട്ട് പാടാനായിരിക്കും, എഴുതാനായിരിക്കും, ചിലപ്പോൾ സയൻസിനോടായിരിക്കും, ചിലപ്പോൾ പെണ്ണുങ്ങളോടായിരിക്കും. സോ ആലോചിക്കണം നിനക്ക് എന്തിനോടാണ് ഇഷ്ടം. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു. സോ ഇതിൽ നിങ്ങളുടെ ടാലന്റ് എന്താണെന്ന് സ്വയം ഇതിന്റെ മറുപടി നിങ്ങളുടെ സ്വയം മനസ്സിലാക്കുക. ബട്ട് അത് എങ്ങനെയാണ് കണ്ട് പിടിക്കാവുന്നത്, അതിന് certain ways. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കുട്ടീനാണ് ഈ കണ്ടുപിടിക്കുന്നത്. ഈ കൗമാര ടീനേജിന് മുമ്പുള്ള പ്രായം. ഓക്കെ, so that age is somewhere between 7 to 12 years of age. ഈ പ്രായത്തിൽ ആ കുട്ടികൾക്ക് ഏതിനുള്ള കൂടുതൽ ഇൻട്രസ്റ്റ് നോക്കാം. ചില കുട്ടികൾക്ക് റൈറ്റിംഗ് ആയിരിക്കും, ചില കുട്ടികൾക്ക് റീഡിംഗ് ആയിരിക്കും, ചില കുട്ടികൾക്ക് കളിക്കാനായിരിക്കും, ചിലർക്ക് കുറച്ച് റിസർച്ച് മെന്റാലിറ്റി ആയിരിക്കും. സോ അത് ആ ഫീൽഡിൽ നമുക്ക് എൻകറേജ്മെന്റ്സ് കൊടുക്കാം, അത് മെല്ലെ പ്രോഗ്രസ് ആവും. ഓക്കെ, സോ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, ഹൗ ടു ഐഡന്റിഫൈ യുവർ ടാലന്റ്. തിങ്ക് when you were a small child, what actually interested you a lot. So if you were interested in football, if you were interested in certain subject, something which interested, that is something which you're interested. Second thing which you need to think is that one, how you can actually convert that interest into a skill, because you need a unique skill. That skill which will be useful for your life, because you want to use that skill to serve larger society and make success to yourself and your family. So you actually need to earn from your skills. So you need to develop to improve your unique skills into a professional skills and be successful with it. Does it answer your question? എന്ത് മനസ്സിലായി പറ? ഒരു ഗോൾ വയ്ക്കുക. Okay, class, are you guys with me? So far so good? Okay, next, your question. See yourself in charge of your life. എന്തെങ്കിലും ചോദ്യമുണ്ടോ? How to still and see your ആ ചോദ്യം ഇപ്പോഴാണ് അതിന്റെ ആൻസർ പറയുന്നത്. എന്തെങ്കിലും ചോദിച്ചു, ഇതൊക്കെ ചോദിക്കുന്നില്ല, മനസ്സിലെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. how to focus on passion. How to
to focus. There's another question. എന്താ ചോദ്യം ചോദിച്ചത്? How to focus on our passion. Okay. So ഈ question വന്നിട്ട് ഇന്ത്യൻ മെത്തേഡ് ഒരു മെത്തേഡ് തന്നെയുണ്ട് ഫോക്കസിനെ പറ്റി. ഒരു നല്ലൊരു ടോപ്പിക്കാണ്. ഏറ്റവും റിച്ച് ആയ ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ബിൽ ഗേറ്റ്സ്, ഓക്കെ, പുള്ളിക്കാരൻ ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ വന്നിട്ട് ഒരാൾക്ക് പറയാൻ ഒരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് അഡ്വൈസ് കൊടുക്കും? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള അഡ്വൈസ് വന്ന് അവൻ പറഞ്ഞത് ആദ്യത്തെ അഡ്വൈസ് ഞാൻ കൊടുക്കുന്നത് ബി ഫോക്കസ്ഡ്. ഓക്കെ, സോ ഈ ഫോക്കസ് പറഞ്ഞ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ എന്താണ് ഈ ഫോക്കസ്, എങ്ങനെ ഈ ഫോക്കസ് ഡെവലപ്പ് ചെയ്യാം? ടു തിങ്സ് പറഞ്ഞത്, റൈറ്റ്? സോ നമുക്ക് ഇതിൽ നിന്ന് ചെറുതായിട്ട് ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കാം. എന്താണ് ഈ ഫോക്കസ് പറഞ്ഞാൽ? പേയിങ് അറ്റൻഷൻ ടു എ സർട്ടൻ തിങ്സ്. അതിൽ നമുക്ക് സക്സസ് കിട്ടോ ഫെയിലിയർ കിട്ടോ അതെല്ലാം നമുക്ക് സൈഡിൽ വയ്ക്കാം. ദ പ്രോസസ്, വാട്ട് എവർ വി ഡു, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് അവിടെ നടന്നു പോകണമെങ്കിൽ ഓരോ സ്റ്റെപ്പ് വെച്ച് പോകും, അതിൽ ഞാൻ ഫോക്കസ് അയക്കാം. ഒരു കാലം വയ്ക്കുമ്പോൾ ശ്രദ്ധ, ഏതൊരു പ്രോസസ്സിലും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധയോടെ ചെയ്യുന്നതാണ് ഈ ഫോക്കസ്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടാൽ മതി. ദാറ്റ് ഇസ് നോട്ട് ഫോക്കസ്. യു കൻ ഈവൻ ജമ്പ് ദാറ്റ്, റൈറ്റ്? സോ ഫോക്കസ് ഓൺ ഓൾ ദ മൈന്യൂട്ട് തിങ്സ്. ഓരോ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽ ഓഫ് അറ്റൻഷൻ വരും. ദാറ്റ് ഇസ് അബൌട്ട് ഫോക്കസ്. ഇത് ചെയ്യാൻ പണ്ടത്തെ കാലത്ത് ആൾക്കാർ വന്നിട്ട് ഗുരുകുലം സിസ്റ്റം എന്ന് വെച്ചിട്ട് ഇന്ത്യ യൂസ് ടു ബി എ കൺട്രി കോൾഡ് വെരി റിച്ച്. അന്നത്തെ കാലത്ത് there were proper institutes where they used to call gurukuls. അന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ ടീനേജ് കുട്ടികളാണ് വലുതായിട്ടില്ല, ഒരു 10 വയസ്സിന് ഗുരുത്വം കൊണ്ടിട്ട് അവരെല്ലാം പഠിപ്പിച്ചു. പണ്ടത്തെ കാലത്ത് കേട്ടോ, ഇന്നത്തെ കാലത്തിൽ അത് എനിക്ക് അറിയത്തില്ല, അങ്ങനെ സിസ്റ്റം ഇല്ല. ഇറ്റ്സ് ഓൾ സ്കൂൾ. ബട്ട് അന്നും ഇന്നും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിൽ ഫോക്കസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So they used to divide it into a particular class called as brahmacharis. Brahmacharis എന്ന് പറഞ്ഞാൽ ഒരു set of class of people who are actually focused on a particular way of lifestyle. Then they said, okay, ഈ പ്രായത്തിൽ വെച്ച് നിങ്ങൾ എഡ്യൂക്കേഷൻ ആയിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. You will be focused in martial arts. You will be focused in learning. അതായിരുന്നു ബ്രഹ്മചാരി. പിന്നെ വന്നത് ഗൃഹസ്ഥ. ഗൃഹസ്ഥ പറഞ്ഞ ഫാമിലി. You will take care of your family, then you will take care of your welfare, then vanaprastha, and then sannyas. അങ്ങനെ classification of life line. So നമ്മൾ ഇന്നത്തെ ലൈഫിൽ നോക്കിയാൽ we are students. ഈ സ്റ്റുഡന്റ് ലൈഫിൽ we need to be successful. Focus in the definition will be two things: paying attention on what you study, and if you want to excel in what you study, paying attention to your health also. Because without health, you cannot do anything. So paying attention on what you eat. ഇതിനെ പറ്റി ഞാൻ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. Eating live cells, fruits, vegetables, fruits. So these things will actually are food for your brain. നമ്മൾ ഏത് ഫുഡ് കഴിക്കുന്നോ അത് ബ്രെയിനിന് നല്ലതായ ഫുഡ് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോകില്ല. യു വിൽ പേ അറ്റൻഷൻ ആൻഡ് ഫോക്കസ്. നമ്മൾ ബുക്സ് വായിക്കുമ്പോൾ ആൾക്കാർ അവരുടെ ഉറങ്ങിക്കൊണ്ടിരിക്കും. സോ അങ്ങനെ പോകാണ്ടിരിക്കാനാണ് നമ്മൾ നല്ല ഫുഡ് വെച്ചിട്ട് ഫോക്കസ് ആയിട്ട് പഠിക്കുക. ഇതിന്റെ സെക്കൻഡ് എഫക്ട് ഇസ് ഹാബിറ്റ്. വാട്ട് യു ഡു ടുഡേ ഇസ് വാട്ട് യു വിൽ റിപ്പീറ്റ് ടുമോറോ. സോ ഫോക്കസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ബൈ ഹാബിറ്റ്. വാട്ട് എവർ യു ഡു, think if this is going to be useful for you for the future. So develop a habit of focus. Why can you even see somebody in the office? I know a relative ഉണ്ടായിരുന്നു, അവരുടെ പേര് ജിജു എന്നാണ്. നമ്മളൊക്കെ ജീവ എന്ന് വിളിക്കുന്നത്. അവൻ ഇന്ന് സിംഗപ്പൂരിലത്തെ കമാൻഡേഴ്സിൽ ഒരാളാണ്, ടോപ്പ് കമാൻഡേഴ്സ് ആണ്. എൻ്റെ സ്വന്തം റിലേറ്റീവ്. അവൻ ചെറിയ കാലത്ത് ജീവ അവൻ്റെ കയ്യിൽ എപ്പോഴും ബുക്ക് ഉണ്ടാവും. അവൻ വായിച്ചുകൊണ്ടിരിക്കും. അവൻ ബുക്ക് കഴിക്കുകയാണെങ്കിൽ വായിക്കും, ഇരിക്കുകയാണെങ്കിൽ വായിക്കും, കടന്നു പോകാനാണെങ്കിൽ സൈഡിൽ ബുക്ക് ഉണ്ടാവും. അങ്ങനെ അവൻ വന്നിട്ട് അഡിക്റ്റഡ് ആയിരുന്നു ബുക്ക് വായിക്കാൻ. ആൻഡ് ഗെറ്റിംഗ് ബീങ് കമാൻഡേഴ്സ് വെരി ഹൈ പൊസിഷൻ ഇസ് നോട്ട് ഈസി. അവൻ സിംഗപ്പൂർ ഗവൺമെന്റ് വന്നിട്ട് അവനെ സ്പോൺസർ ചെയ്തു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ. ഹി വാസ് ദി ടോപ്പേഴ്സ് ആക്ച്വലി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പിൽ പഠിക്കാൻ പോകണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആണ്. സോ it is all about developing from a very young age. നമുക്ക് ചുച്ചു എന്നൊക്കെ വിളിക്കാം ജീവാണ്. Very nice, very cute little small boy, but he became the commanders actually, top commanders now. Oxford University പോയി പിന്നെ ഗവൺമെന്റ് സ്പോൺസർഷിപ്സ് കൊടുത്തു, and one of the top rank officers are സ്വന്തം അനിയനാണ്, കസിൻ.
So developing focus from the right age is very important. Okay, does it answer your question? Done. Next. How to make a workaholic mentality? അത് നോക്കി ക്വസ്റ്റ്യൻ ചോദിക്കണ്ട, നിന്റെ മനസ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വരില്ല. കേട്ടില്ല? എന്താ പറഞ്ഞത് മനസ്സിലായി? How to sharpen workaholic mentality. Okay, guys, പുള്ളിക്കാരൻ എന്താ ചോദിച്ചത്? എങ്ങനെ നമുക്ക് വർക്കഹോളിക് മെന്റാലിറ്റി ഇംപ്രൂവ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ. Okay, so ഈ workaholic mentality പറഞ്ഞാൽ it's not a wrong term. Okay, it is just always be committed to your work. നമ്മൾ എന്ത് ചെയ്യണം അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് കമ്മിറ്റഡ് ആയിരിക്കാം. Don't be like government thing, okay, I only work from 9 to 10, after that you call me, I will not pick up my phone. It's not that way. You're on duty like a police officer, 24/7. Okay, consider yourself as a top rank officer. You don't, when you call a policeman or a doctor, they will not tell you, no, I am off duty, I am not going to call you, take a call, right? So take your charge of life like that person. If you have a job, you keep working when you're tired, but you spend quality time with your family as well. But be 100% dedicated with your job. So that is workout. Never restrict yourself like, okay, work and life is two different things. It is a balance of both. Both needs to go together. Does that answer your question? Okay. Next, your question. What precaution we take to avoid the possibility of failure? Sorry, explain Java. What precaution we take? What precaution to take to avoid the possibility of failure? Okay, guys. പുള്ളിക്കാരൻ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. Okay, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം to make it very clear. What are the precautions to be taken to avoid failure? Okay, so basically what precautions to be taken to avoid failures? It all depends on which particular field you are. If you are looking into health, you take a health insurance, right? So when you have a health insurance, you are not worried about the hospital expenses. If you are driving, you take the same thing. You have a life insurance. If something happens to you, your family is been secure, right? So certain field will take certain insurances. But what is failure and what is success? First, let's get this very clear. Now, when we say failure is nothing but the ability to execute a plan which you thought by yourself. Now, I am throwing this here in a bin. If that doesn't fall in the bin, that's a failure. So I had a plan, it has to go into a bin. It did not. So very simple, right? Now, what are the precautions to take failure risk? It depends on which particular field you are. Now, if you are a student and these are the subjects, and what are the precautions you do is you actually spend quality time in preparing yourself. Never take this, we always had a saying that you learn from your failures. No, it doesn't happen. You should never fail in life. Number one, okay. Failure has different ways of affecting us. You should always prepare yourself never to fail. Okay. Number one. Number two is always you can take risk in any business, understanding the consequences of it, and be prepared. Because you need to have the courage to overcome failure. At the same time, you calculate everything. That's when this idealization comes in place. You actually visualize, okay, what are the pros and cons? But have the courage. Courage is something which has to come by yourself, right? You be dedicated to improve. Okay, it comes with constant practice of dedications to improve your own lifestyle with self-discipline. Done? Okay, next question. Quality of self-discipline. Question. If you are display മനസ്സിലായില്ല. display Discipline ആയിട്ട്
Okay, friends, very simple question, simple answer. എങ്ങനെയാണ് നമുക്ക് ലൈഫ് ഡിസിപ്ലിൻ ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ 1 സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സിൽ എന്താ ശരിയെന്ന് തോന്നി ചെയ്യാം. ഓക്കെ, അവരവർക്ക് ഡിസൈഡ് ചെയ്യാം എത്ര മണിക്ക് എണീക്കണം, എത്ര മണിക്ക് കിടക്കണം, എന്തൊക്കെ ചെയ്യണം എല്ലാം പറഞ്ഞ പോലെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. എന്നിട്ട് യു മാർക്ക് യുവർ സെൽഫ്, യു മാർക്ക് 1 to 10 and you calculate, okay, ഇന്ന് എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ ഇതാണ്, ബട്ട് എനിക്ക് ഇത്രയും നല്ലൊരു ക്യാരക്ടർ ആവണം, what all the things I need to do by myself, you decide for yourself. Okay, there's nothing which I will tell you that this is what you need to do. You have to be your own master. Okay, next. How can Okay. How can improve our qualification, not only education qualification, personal qualification like growing the qualification qualification. Okay, this is a very good question. Okay, this question is എങ്ങനെ നമുക്ക് സ്വന്തം ക്വാളിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ച്. Number 1 is have the most important thing is take courses whatever you can. Number 1. Second thing is read a lot, write a lot. വായിക്കുക, എഴുതുക. Okay, all these courses, whenever you see, whenever you get a chance to attend free webinars or paid webinars, if you can attend it. Learning is the only way for this. The more you read, the more you learn, the more you attend courses. Okay, ഇതവർക്ക് ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. ഒരാൾ വന്നിട്ട് ഡെന്റിസ്റ്റ് ആയിരുന്നു. Okay, he was normally doing the normal dental activities, പല്ല് പറിക്കുക, കനാലിങ് ചെയ്യുക. ബട്ട് ഒരു ദൂരം ഒരു സ്ഥലത്ത് വന്നിട്ട് ഡെന്റിസ്റ്റിന്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു കോഴ്സ് അവൻ അറ്റൻഡ് ചെയ്തു. വന്നപ്പോൾ അവന് വന്നിട്ട് ഒരു പുതിയ കോഴ്സ് ആണ് മനസ്സിലാക്കി. where he can actually straighten the front row of teeth with a unique surgery. ആ സർജറി ചെയ്ത ചില ആൾക്കാർക്ക് പൂർണ്ണ പല്ല് നിൽക്കണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശരിയാക്കി ലൈനിലാക്കി കൊടുക്കുന്ന സർജറിയെ പറ്റി അവൻ പഠിച്ചു. അവന് നല്ല ബിസിനസ് കിട്ടി. മീൻസ് ഒരു certain സ്കിൽ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ അത് പഠിക്കുന്നത് പറയാൻ പറ്റില്ല. സോ കീപ് യുവർ സെൽഫ് ഓപ്പൺ ടു learning new skills and new ideas. Okay, your question? How to create a positive mind and results. എന്താ പറഞ്ഞത്? How to create positive mind. How to create a positive mind. Okay, answer this. Okay, ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ ആണ് how to create a positive mind. So നമ്മൾ പറയുന്ന പോലെ a person's best friend is his own mind. And the worst enemy is his own mind, right? നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തും ഏറ്റവും വൃത്തികെട്ട എനിമിയും നമ്മുടെ മനസ്സ്. അപ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ എപ്പോഴും ചാർജ് ആയിട്ട് പോസിറ്റീവായിട്ട് വെക്കണമെങ്കിൽ അവനോടേക്ക് എന്താ ചെയ്യാൻ നമ്മുടെ മനസ്സിന് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സ് നമ്മൾ പറഞ്ഞ് കേൾക്കണമെങ്കിൽ ഇത്ര ചെയ്താൽ മതി. നമ്മുടെ മനസ്സ് സ്വയം പറയാം നമുക്ക് നന്നാവണം. സംതിങ് കോൾഡ് as positive affirmations. Okay, ഈ പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. യൂട്യൂബ്സിലൊക്കെ കുറേ കാണാം. ലൈക്ക് ചുരുക്കി പറഞ്ഞെങ്കിൽ നമ്മളുടെ അടുത്ത് തന്നെ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇവൻ ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ അവൻ്റെ അടുത്ത് പോയി പറയും എന്താ ദേഷ്യമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമാണോ, അങ്ങനെ നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുക. അത് നമ്മൾ സ്വയം നമുക്ക് എന്താ സംസാരിക്കുക, നമുക്ക് എന്തെങ്കിലും പ്രശ്നമില്ല, നമ്മൾ തന്നെ താഴ്ത്തും. അങ്ങനെ നമ്മൾ തന്നെ താഴ്ത്തപ്പോൾ നമുക്ക് സങ്കടം ജാസ്തിയായാൽ നമ്മുടെ ബാലൻസ് കിട്ടും. സോ നമ്മൾ തന്നെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വി ഷുഡ് ഓൾവേസ് പോസിറ്റീവായിട്ട് സംസാരിക്കുക. നല്ല there is one saying ഒക്കെ, ഇപ്പോൾ നമ്മളുടെ മനസ്സ് ദുഃഖിച്ചിരിക്കുമ്പോൾ നമുക്ക് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് നല്ല സ്ഥലത്ത് പോയിരിക്കുക, ഇനിയൊന്ന് വന്നിട്ട് വൃത്തികെട്ട സ്ഥലത്ത് പോയിരിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു റിവർ ഉണ്ട്, പിന്നെ ഒരു ഡ്രെയിനേജ് ഉണ്ട്. ഡ്രെയിനേജ് പറഞ്ഞാൽ എന്താ? അഴുക്കിച്ചാൽ. ഓക്കെ, ഇപ്പോ എനിക്ക് സ്വിം ചെയ്യണം, എനിക്ക് ദുഃഖമാണ്, മനസ്സിലൊക്കെ ഭയങ്കര ദുഃഖം. ആ ദുഃഖം ഓൾറെഡി ഉള്ള സമയത്ത് ഞാൻ ഡ്രെയിനേജിൽ പോയി നീന്തിട്ട് പോകുന്ന ആ ദുഃഖം മാറും. എനിക്ക് എന്ത് തോന്നും? ഈ ലോകം തന്നെ വൃത്തികെട്ട സ്ഥലമാണെന്ന് തോന്നും, റൈറ്റ്? അപ്പൊ നമ്മൾ തീരുമാനിക്കാൻ നമുക്ക് എവിടെയാ പോകുന്നത്. നമ്മൾ വൃത്തികെട്ട സ്ഥലത്തിൽ പോയാൽ നമ്മുടെ മനസ്സിൽ ഇനിയും ഫ്രസ്ട്രേഷൻ ആവും. ചില ആൾക്കാർ ഡ്രഗ്സ് എടുക്കും, ആൽക്കഹോൾ എടുക്കും. മീൻസ് അത്രയും വൃത്തികെട്ട സ്ഥലത്ത് പോയാൽ കൂടുതലും നെഗറ്റിവിറ്റി അറ്റാക്ക് ചെയ്യും. ബട്ട് അതേസമയം ഇത് ദുഃഖമുള്ള സമയത്ത് ഞാനൊരു പോസിറ്റീവ് ആൾക്കാർക്ക് പോകണം വെച്ചാൽ, ഒരു റിവറിൽ പോകണം വെച്ചാൽ നന്നായിട്ട് കുളിച്ച് വരണമെങ്കിൽ ഒരു ഫ്രഷ്നെസ്. അതേപോലെ സത്സംഗം, നല്ല ആൾക്കാരുടെ കൂടെ ഞാൻ പോയിരുന്നു. ഇപ്പോൾ ഇവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്.
അവൻ നല്ല പോസിറ്റീവ് ഇൻഫർമേഷൻ എനിക്ക് തരും, ഞാൻ അവനെ വിളിക്കുന്നു, സംസാരിക്കുന്നു, അവർ എനിക്ക് സൊല്യൂഷൻ തരുന്നു. അപ്പോൾ എനിക്കെന്ത് തോന്നും, ഈ ലോകം എന്നിട്ട് ഒരു സുന്ദരമായ ലോകമാണ്. ബിക്കോസ് ഞാൻ റിവറിലാണ് വിളിച്ചത്. സോ നമ്മുടെ മനസ്സ് എവിടെ നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ? How to create positive mind, right? How to create positive mind? അത് നമുക്ക് എല്ലാവർക്കും ഈ ചിന്ത വരും. നമ്മുടെ സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ മൈൻഡിലിടുമ്പോൾ നമ്മൾ തന്നെ പോസിറ്റീവായി ചിന്തിക്കണം. യെസ്, ഐ നീഡ് ടു ടേക്ക് ഇറ്റ് ടു ദ റൈറ്റ് പീപ്പിൾ. We have a decision to go this side to the drain or to the river. So നമ്മൾ നല്ല ആൾക്കാർക്ക് പോയാൽ നമുക്ക് നല്ല ഗൈഡൻസ് ഓട്ടോമാറ്റിക്. സെൽഫ് ഡിസിപ്ലിൻ, Tao says about your group, choose your friends carefully. ഈ നല്ല ആൾക്കാരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കുമ്പോൾ your self-discipline will automatically improve. Done? Okay, I think everybody asked the questions today, right? Okay, anybody has a question? എല്ലാവരും ചോദിച്ചല്ലോ. Done.